ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയൊരു റീഅസംബ്ലിംഗ് ആണ്. അതായത് ഈ കാണുന്ന പോലത്തെ ഒരു ചെറിയൊരു 2.1 ആംപ്ലിഫയർ ആണ്. പെർ ചാനൽ നമുക്കൊരു 30 വാട്ട്സിനകത്ത് കിട്ടുന്ന ടൈപ്പ് ഒരു ആംപ്ലിഫയർ ആണ്. ഫ്രണ്ടൊക്കെ അങ്ങനെ മുഴുവനായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ 27 ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ അതിനായിട്ട് സബിനായിട്ട് നമുക്കൊരു 100 വാട്ട്സ് RMS സബിനും 30 നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചാനലിനായിട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ആംപ്ലിഫയർ ആണ് കാണുന്നത്. സിമ്പിളായിട്ടൊരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്കിത് ഒരു പുതിയൊരു ക്യാബിനറ്റിലോട്ട് മാറ്റി ഒരു നല്ല ലുക്കിലാക്കി എടുക്കണം. ബാക്കി ബോർഡും കാര്യങ്ങളെല്ലാം ഈ കണ്ടീഷനിൽ തന്നെ നമ്മൾ വയ്ക്കും. ബാക്കി അതിൻ്റെ ലുക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതാക്കി കാണുന്ന പോലെ ഒരു 2.1 ആംപ്ലിഫയർ ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഫുള്ളായിട്ട് റീഅസംബ്ലിങ് ചെയ്യണം. ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പവർ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് അതുപോലെ ഇതിലോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തൊരു 2.1 ആംബായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ബുഷ്, അതിൻ്റെ സ്ക്രൂ കിറ്റ് കാര്യങ്ങൾ, സ്വിച്ച്, അതിൻ്റെ കൺട്രോൾ, RC സോക്കറ്റ്, നോബിൾ അത്യാവശ്യം നല്ല കൂടിയ നോബിളാണ് എടുത്തിട്ടുള്ളത്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ഹീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കത് ഈ കാണുന്ന പോലെ ഹീറ്റിംഗ് ഇതായി ഈ ഒരു മെറ്റൽ പാർട്ടിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഈ ഒരു ബോർഡിലോട്ട് മാറ്റിയിട്ട് ഈ ഒരു സബിൻ്റെ സെക്ഷൻ നമുക്കൊരു ഹീറ്റിംഗ് കൊടുത്ത് സെറ്റ് ചെയ്യാനാണ് പ്ലാന്. നമ്മൾ പൊളിച്ചിറക്കിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഡസ്റ്റിങ് കാര്യങ്ങളുണ്ട്. ഈ ട്രാൻസ്ഫോമർ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കോപ്പർ വൈൻഡിങ് ആണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പവർ സപ്ലൈ സെക്ഷനൊക്കെ ഇതിൻ്റെ ഇവിടെ ഇട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പാനൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചും കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇതിൻ്റെ ബാക്ക് ടെർമിനൽ, സ്പീക്കർ ടെർമിനൽ, ഫാന്, ബാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന പോലെ ട്രാൻസ്ഫോമർ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കണം. വച്ചിട്ട് നമുക്കിതിൻ്റെ ഹോൾസ് കാര്യങ്ങളിടണം. ഇങ്ങനെ എവിടേക്കാണ് ഹോൾ ആവശ്യമുള്ള അവിടെയൊക്കെ നമുക്ക് ഡ്രില്ല് ചെയ്ത് ഹോൾ ഇടണം. ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അസംബിൾ ചെയ്യണം. അപ്പോൾ നേരെ എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് പോവാം. വർക്ക് എല്ലാം കഴിഞ്ഞത് ഈ കാണുന്നത് പോലെ നമ്മൾ ആംപ്ലിഫയർ ഫുൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ടതുപോലത്തെ ഒരു ലുക്കേ അല്ല. നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഈ കാണുന്ന ഒരു ലുക്കേ അല്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോർഡും അതിൻ്റെ ട്രാൻസ്ഫോമറും ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ നമ്മളെടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബാക്കി പുറത്തുള്ള ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. കാണുന്ന പോലെ അത്യാവശ്യം നല്ല ലുക്കിലായിട്ട് തന്നെ ആംപ്ലിഫയർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ ഇൻപുട്ട് സെക്ഷനാണ് ഈ കാണുന്നത്. ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ കാണുന്ന പോലെ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ, ഇവിടെ ഈ ഒരു ചാനൽ സബ് കൊടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ഇട്ടിരിക്കുന്നതാണ്. ഫ്യൂസ് ആഡ് ചെയ്തു ഒരു പവർ കോഡ് വയറും ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കസ്റ്റമർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ ഹാപ്പി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം?